ഫ്രണ്ട്സ്, നമ്മുടെ RRBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് RPF-ലേക്ക്, അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും വിളിച്ചിട്ടുണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10ാം ക്ലാസ് 10th പാസ്സായിരിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്ത വിളിച്ചത് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ബിരുദം ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അതാണ് അതിൻ്റെ മെയിൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന 4000 മുകളിലുള്ള ടോട്ടൽ വേക്കൻസി വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിൽ വേക്കൻസി കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കട്ടെ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി, അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, അതുപോലെ അതിലേക്ക് നിങ്ങൾക്ക് കണ്ണട വെച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, വെക്കാത്തവർക്ക് പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ, അതിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിനെ കുറിച്ചിട്ടും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ വിശദമാക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ RRBയിൽ ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ GSC ലെജുലാൻഡിൻ്റെ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് RPF റിക്രൂട്ട്മെൻറ്റിൻ്റെ അതിൻ്റെ ആ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. താഴെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് April 15 മുതൽ നിങ്ങൾക്ക് May 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാണ് ഈ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എനിക്ക് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ആ ഒരു ജസ്റ്റ് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോസ് കാണാൻ പറ്റും. ഇനി നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇന്നലെയാണ് ആ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തമ്പനയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാമെന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾ കേട്ടോ. ഇത് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. നിങ്ങളിത് മുഴുവനായിട്ടും നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ നമ്മളെ ഡീബാർ ചെയ്യാൻ വരെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നമ്മൾ തെറ്റായുള്ള കാര്യങ്ങളും കൊടുക്കാൻ പാടില്ല. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവസാന ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നമുക്ക് ഇപ്പം അക്ഷയയിൽ നിന്ന് എടുത്ത സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ വിശദമാക്കുന്നൊരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിങ്കുകൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണാം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്നുള്ള ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കോൺസ്റ്റബിൾ ഉണ്ടാവും. നമുക്ക് സബ് ഇൻസ്പെക്ടർ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, ഇപ്പം നമ്മൾ RPFൻ്റെ കോൺസ്റ്റബിളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ വരുന്ന ഒരു PDF നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ആവുന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം RRB RPF കോൺസ്റ്റബിൾ. നിങ്ങൾ നോക്കണം കേട്ടോ, ഓരോന്ന് നോക്കണം. പിന്നെ RRB ഗ്രൂപ്പ് Dൻ്റെ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം സ്റ്റഡി മെറ്റീരിയൽസ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാവിധ എക്സാമിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അതിൻ്റെ ആൻസർ കീ സോൾവ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരള ഹൈക്കോർട്ടിൻ്റെ ഇതിലുണ്ട്. പിന്നെ ISRൻ്റെ നമുക്ക് 18-ാം തീയതി നടക്കാവുന്ന എക്സാമിൻ്റെ ഒക്കെ വിവിധ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ALPൻ്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ SC/ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറയട്ടോ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണ്ട. അപ്പോൾ ഇവിടെ കാണാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിന് 2 നമ്മൾ എലിജിബിൾ ആണെങ്കിൽ 2 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഒറ്റ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 2 ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ 2 എലിജിബിൾ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യണം. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്നീഷ്യൻ അതുപോലെ നിങ്ങൾക്ക് ALPക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇനി വീണ്ടും ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 14/5 2ൻ്റെയും ക്ലോസിംഗ് ഡേറ്റ്. കോൺസ്റ്റബിൾ ആണെങ്കിലും അതുപോലെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും 2ൻ്റെയും ഡേറ്റ് എന്താണ്, സെയിം ഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ തന്നെ അവിടുന്ന് ഡൗൺലോഡ് ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ ഡയറക്റ്റ് ലിങ്ക് നമ്മളും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഹെൽപ്പ് ഡെസ്കിന് നമ്പറൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ എന്നുള്ള ബട്ടൺ. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ഞാൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഇപ്പം ALPക്കും ടെക്നീഷ്യനൊന്നും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ALP അതുപോലെ ടെക്നീഷ്യൻ ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കോൺസ്റ്റബിൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. വീണ്ടും നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് മറ്റു ഡീറ്റെയിൽസ് ഇതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺട്രി ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക, നമ്മുടെ പേര്, ഇത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ALPൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ALPൻ്റെ വീഡിയോയിലും അതുപോലെ നമ്മുടെ ടെക്നീഷ്യൻ്റെ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ALPൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം. അതാണ് ALPൻ്റെ വീഡിയോ. ജസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് മൊബൈലിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ്റെ ഫോം നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ രജിസ്ട്രേഷൻ്റെ ഫോം നമ്മൾ മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഈ പറയുന്നത് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ കാണൂല. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ നമ്മുടെ ടെക്നീഷ്യൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ വീഡിയോയിൽ അത് ഞാൻ മൊബൈലിൽ എങ്ങനെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസും കാണാം. അപ്പോൾ ഞാനിത് ALPൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട്. ഓക്കെ, ഈ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ തരാം. ഓക്കെ, അപ്പോൾ ഇത് കാണേണ്ടത് ആരാന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇതിൽ അക്കൗണ്ട് അതായത് ALPക്കും അപ്ലൈ ചെയ്തിട്ടില്ല, ടെക്നീഷ്യനും അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ വീഡിയോ കാണേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് ഇതിൽ ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ മുതൽ നിങ്ങൾക്ക് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു പേജ് ഇതിൻ്റെ ടൈം പറയുകയാണെങ്കിൽ ഒരു 7 മിനിറ്റ് മുതൽ നിങ്ങൾ ഇങ്ങോട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇതിൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആധാറൊക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ നിങ്ങൾ കാണാം കേട്ടോ. കാരണം നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും തരാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് തരാം. ഓക്കെ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വരും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മൊസില്ലയുടെ വെബ് ബ്രൗസർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പേജ് സൂമിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ ചാനലിൽ ടെക്നീഷ്യൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. നമ്മുടെ ചാനലിൽ ടെക്നീഷ്യന് അപ്ലൈ ചെയ്യുന്ന വീഡിയോസിൽ ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഈ ഭാഗം ഒന്ന് നിങ്ങൾ കാണട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് സീക്ക് ചെയ്ത് കാണാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, കാരണം പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ട് അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ടെക്നീഷ്യൻ്റെ ഒരു മാസം മുൻപ് നമ്മൾ ചെയ്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കി കാണിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് മൊബൈലിൻ്റെ സ്ക്രീനാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ടൈം വരുന്നത് ജസ്റ്റ് കാണിക്കാം. ഇപ്പം നിങ്ങൾ ഏത് ടൈം മുതലാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മിനിറ്റ് മുതൽ ഇങ്ങോട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇത് മൊബൈൽ സ്ക്രീനിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് മൊബൈലിൽ എങ്ങനെ അത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മൊബൈലിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിന് കിട്ടും കേട്ടോ. എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വീഡിയോ കണ്ടാൽ ടെക്നീഷ്യൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ അത് 2 വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മൊബൈലിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് സ്ക്രീനിൽ കാണാം, അത് വ്യക്തമായിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ ALPൻ്റെ വീഡിയോ നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ ALPൻ്റെ വീഡിയോ കണ്ടാൽ മതി. മൊബൈലിൽ ചെയ്യുന്നവർ ഈ വീഡിയോ കാണുക കേട്ടോ. ആ ടെക്നിക്കൽ ഇഷ്യൂ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മളെ അക്കൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ചെയ്തിട്ട് നമ്മളിതിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പറയുന്ന കോൺസ്റ്റബിൾ അല്ലെങ്കിൽ നമ്മളുടെ SI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ യൂസർ ഐ ഡിയും യൂസർ ഐ ഡി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID ആണ് കേട്ടോ കൊടുക്കേണ്ടത് യൂസർ നെയിമായിട്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ALPക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യനോ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് പാസ്വേഡ് ഉണ്ടല്ലോ, അതുകൂടെ കൊടുക്കുക. ഈ ക്യാപ്ച കോഡ് കൂടെ അടിച്ചു കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്, ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്ന 2 നോട്ടിഫിക്കേഷനാണ്. ഒന്ന് നമുക്ക് RPF 1/2024 സബ് ഇൻസ്പെക്ടറിലേക്കും, ഒന്ന് നമുക്ക് RPF 2/2024 കോൺസ്റ്റബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ RPF നിങ്ങൾ സബ് ഇൻസ്പെക്ടറിലേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യണം, ഈ നെക്സ്റ്റ് എന്നുള്ളതിൽ കേട്ടോ. ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ പറയുന്ന നമ്മൾ ഈ ജസ്റ്റ് ടിക്ക് ചെയ്യുക, നമ്മൾ DBAR ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ അപ്പോൾ ഇതിലേക്ക് കോൺസ്റ്റബിളിൻ്റെതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിതാ ഇവിടെ ടിക്ക് ചെയ്യുന്നു, എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രജിസ്ട്രേഷൻ്റെ സമയത്ത്, അതായത് ജസ്റ്റ് നമ്മൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്കത് മാറ്റം വരുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന് നമ്മുടെ
കൺട്രി, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മുടെ എന്താണ് പേര്, പിന്നെ മദറിൻ്റെ പേര്, ഫാദറിൻ്റെ പേര്, ജെൻഡർ, ദെൻ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ. ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒരു തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഞാൻ പറയുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ മുതൽ നിങ്ങൾക്ക് ഇത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള ആ കാര്യങ്ങൾ അവിടെ കൊടുക്കുക, റിലീജിയൻ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ മാതൃഭാഷ ഏതാണെന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളം എന്നുള്ളത് കൊടുക്കുക. പിന്നെ എക്സാം ലാംഗ്വേജ് ഏതാ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മലയാളം വേണമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പെർമനൻറ്റ് വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാർക്കുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, അതന്നെ സെയിം കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ജനറൽ ആണോ OBC ആണോ SC/ST ആണോ വെച്ചാൽ OBC ഒക്കെ അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ OBC നോൺ ക്രിമിനൽ ആണോ എന്നുള്ളതും പാടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ OBCയിൽ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, OBCയിൽ തന്നെ 2 കാറ്റഗറിയാണ്, OBC ക്രിമിലിയറും OBC നോൺ ക്രിമിലിയറും. ഈ OBC ക്രിമിലിയർ എന്ന് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഈ പറയുന്ന റിസർവേഷനോ കാര്യങ്ങളൊന്നും ലഭിക്കില്ല. OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ വാർഷിക വരുമാനം ഏകദേശം 8 ലക്ഷം അങ്ങനെ എന്തോ ആണ്, അതിന് താഴെയുള്ളവരാണ് OBC നോൺ ക്രിമിലിയർ. അങ്ങനെയുള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് താലൂക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് അങ്ങനെ നമ്മൾ യെസ് കൊടുക്കണം. യെസ് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റി തഹസിൽദാർ ആണെങ്കിൽ അത് കൊടുക്കുക. ദെൻ സ്റ്റേറ്റ് ഏതാണ് നമ്മൾ കേരളത്തിൽ കൊടുക്കുക, എവിടുന്ന അത് ഇഷ്യൂ ചെയ്തത്, പിന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂം കൊടുക്കുക, അതൊക്കെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി SC/ST ആണെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, പ്രത്യേകമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം, എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എന്ന്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി ജനറലായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സുമാണ് കൊടുക്കുന്നത്. ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. 2 സെയിം ആണ്. ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് ഓട്ടോമാറ്റിക്കായി ഫില്ലാവും. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നമ്മൾ സേവ് എന്ന് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് പിന്നെ വന്നിരിക്കുന്നത് കുറച്ച് yes or no ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്സ് മാൻ ആണോ, അതുപോലെ PWD ആണോ, അപ്പോൾ നോ എന്നുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ യെസ് എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ഇതൊക്കെ നോ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളിവിടെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എക്സ് കാര്യങ്ങളൊക്കെ PWD കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഈ എക്സ് യെസ് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളിവിടെ കൊടുക്കേണ്ട ബാങ്ക് ഡീറ്റെയിൽസ് ആണ് റീഫണ്ടിന് വേണ്ടി. നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ IFSC കോഡും കൊടുത്തിട്ട് ഇവിടെ കൺഫേം കൊടുത്താലേ നമ്മുടെ ബാങ്ക് നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ടെക്നീഷ്യൻ അപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റബിളിലേക്കും തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്നുള്ളതുണ്ടാവും. ഇതേപോലെ മെട്രിക്കുലേഷൻ ആണെങ്കിൽ SSLC എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക, നിങ്ങൾ റോൾ നമ്പർ, പിന്നെ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് പഠിച്ചത്, പിന്നെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് SSLC കംപ്ലീറ്റ് ചെയ്തത്, പിന്നെ നിങ്ങൾ ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക, CBSE ഒക്കെ ആണെങ്കിൽ അനുസരിച്ച് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് പാസിംഗ്, നമ്മുടെ റിസൾട്ട് വന്ന ഡേറ്റ് SSLC സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഉണ്ടാവും. താഴെ വന്നിട്ടില്ലേ നിങ്ങൾ കൊടുക്കേണ്ട ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും മോള് സർട്ടിഫിക്കറ്റ് ഏറ്റവും മോള് നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് മാർച്ച് 2000, അതായത് ഈ മാർച്ചും ഇയറും ഉണ്ടാകുക. ഓക്കെ, മന്ത് മാർച്ചാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ആ മാർച്ചിൻ്റെ ലാസ്റ്റ്, അതായത് മാർച്ച് 31 അല്ലെങ്കിൽ 30 ഏതാ ആ ഒരു ഇത് നോക്കിയിട്ട് എന്നാ വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് ദിവസം കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ഒരിക്കലും മാർച്ച് 1 കൊടുക്കേണ്ട, മാർച്ച് ലാസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ റിസൾട്ട് ഡേറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഉണ്ടാവും. നമ്മൾ സീലൊക്കെ ചെയ്യില്ലേ, നമ്മുടെ ഇപ്പം എന്താ പറയുക ഗ്രേഡിൻ്റെ താഴെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേഡൊക്കെ തന്നെ ആ കോളത്തിൻ്റെ ഏറ്റവും താഴെ ആ ഭാഗത്ത് റിസൾട്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾ പാസിംഗ് ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഞാൻ ഓൾറെഡി കൊടുത്തുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആഡ് എന്ന് കൊടുത്താൽ അതിൽ ഇതുപോലെ നിങ്ങൾക്കും ആഡായി കാണും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കാനാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതിൽ അപ്ലോഡ് ആവില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഈ പറയുന്ന ടെക്നീഷ്യന് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ഒക്കെ കവർ ആകുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സിഗ്നേച്ചറും ഇതിൻ്റെ ഫയൽ സൈസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് 140ൻ്റെയും 60 പിക്സൽ ആ ഒരു സൈസ് ആ ഒരു ഡയമെൻഷൻ ആയിരിക്കണം. 30ൻ്റെ 70 ഇവിടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇതൊക്കെ ആണെങ്കിൽ അതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എറർ കാണിക്കും. ഓക്കെ, ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന 320 × 240 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ വരുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സേവ് കൊടുക്കുക.
നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ടെക്നീഷ്യൻ്റെ വീഡിയോയിലും ALPൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന. ഇനി ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഡിക്ലറേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്യുക. നമ്മുടെ പ്ലേസ് ഏതായിരിച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പ്ലേസ് ഇവിടെ കൊടുക്കുക. നമ്മൾ ഹോം ടൗൺ ഏതായിരിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ വില്ലേജ് ഏതായിരിച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ പ്രിവ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ ഏറ്റവും താഴെ കാണാം, എഡിറ്റ് എന്നുള്ള ഭാഗമുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സബ്മിറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സബ്മിറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് നേരെ പേയ്മെൻറ്റ് പേജിലേക്കാണ് ഇവിടെ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 500 രൂപയാണ്. അപ്പോൾ ജനറൽ ആയതുകൊണ്ട് ഞാൻ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. അതുപോലെ മൈനോറിറ്റി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് 250 കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോസിൽ ഈ വീഡിയോസിൽ ഞാൻ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങളും പറയാത്തത്. പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ പ്രൊസീഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് ഈസിയായി. നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, ATM കാർഡ് ഉപയോഗിച്ചിട്ട്. ഇനി അതല്ല UPI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ UPI QR എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് പേ നൗ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ QR കോഡ് എനേബിൾ ആയി വരും. ഈ QR കോഡ് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്താൽ മതി. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക് ഒന്നും അടിക്കരുത്, നമ്മൾ റിഫ്രഷ് ചെയ്യുകയൊന്നും ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന പേയ്മെൻറ്റ് പേജിലേക്ക്, അതായത് സക്സസ് ആയാൽ സക്സസ് എന്ന് കാണിക്കും കേട്ടോ. അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ നമ്മുടെ അപേക്ഷയുടെ ഫോമും പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡെമോ അക്കൗണ്ട് അല്ല. അപ്പോൾ ഞാനിതിലേക്ക് നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ പേജിൽ തന്നെ നമ്മളെത്തി. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോമുകളുണ്ട്. ഇവിടെ കാണാം SC/ST എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇത് ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വില്ലേജ് ഓഫീസിലാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. നമ്മൾ താലൂക്കിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുമെങ്കിലും വില്ലേജ് ഓഫീസിലാണ് ആദ്യം പോകേണ്ടത്. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ ഇന്ന പർപ്പസിനാണെന്ന് പറയാം. ഇതേ സെയിം ഫോർമാറ്റ് വേണമെന്ന് പറയാം. അപ്പോൾ ഒന്നെങ്കിൽ അവർ ഈ സെയിം PDF തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത ആ ഒരു ഫോർമാറ്റ് തന്നെ അവർ നമുക്ക് തരും. ഇല്ലെങ്കിൽ അവരടുത്ത് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അവരനുസരിച്ച് അതിന് ഫില്ല് ചെയ്തിട്ട് അവർ നേരെ താലൂക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. താലൂക്കിൽ നിന്ന് തഹസിൽദാർ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് നമ്മളിപ്പം അക്ഷയയിൽ പോകുന്ന സമയത്ത് ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഡിജിറ്റൽ കോപ്പി, പ്രത്യേകിച്ച് OBC ആണെങ്കിൽ. അപ്പോൾ OBC ആണെങ്കിൽ ഇവിടെ OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ OBCയിലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. SC/STൻ്റെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ വിശദമാക്കുന്ന ഒരു വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് കുറച്ച് മുൻപ് ചെയ്ത വീഡിയോ ആണ്, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാണ് വീഡിയോ. നിങ്ങൾക്ക് 2 മാസം മുൻപ് നമ്മൾ ALPയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് OBC SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതുമായിട്ട് ഏകദേശം ഒരു 17 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി പറ്റുമോ, അതുപോലെ ഈ പറയുന്ന കോപ്പി വേണോ എന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ ഇതിൽ തരാം, നമ്മുടെ പേജിൽ തരാം. നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ഈ പറയുന്ന കോളത്തിൽ എവിടെയെങ്കിലും തരാം. ഓക്കെ, ഇതിൻ്റെ താഴെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെയിം ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ താലൂക്കിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ OBC NCL ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതും പാടെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് നമ്മളിപ്പം വേണ്ട, നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ സൈൻ ചെയ്ത് ജസ്റ്റ് ഒരു സെൽഫ് ഡിക്ലറേഷനാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ട സാധനമാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്കും മതി. പിന്നെ നിങ്ങൾക്ക് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃക ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി EBC സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് വാർഷിക വരുമാനം 50,000 താഴെ വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് EBC എന്നുള്ളത്. അവർക്ക് ഫീ റിലാക്സേഷൻ ഉണ്ട്. BPL കാർഡൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് അങ്ങനെ തയ്യാറാക്കാവുന്ന, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ BPL കാർഡ് തന്നെ മതി. BPL കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് വാർഷിക വരുമാനം 50,000 താഴേക്ക് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം, അവർക്ക് തയ്യാറാക്കാം. ഓക്കെ, ഇനി മൈനോറിറ്റി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും മൈനോറിറ്റി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് മതി കേട്ടോ. മൈനോറിറ്റി ഡിക്ലറേഷൻ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ സെൽഫ് ഡിക്ലറേഷനാണ്, ഇതും ഒരു സെൽഫ് ഡിക്ലറേഷനാണ്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടത്, സൈൻ ചെയ്തിട്ട് നിങ്ങൾ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടതാണെന്നുള്ളത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ മൈനോറിറ്റി ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഫീ റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ PWD കാൻഡിഡേറ്റ്സിന്, അപ്പോൾ PWD കാൻഡിഡേറ്റ്സ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ഫസ്റ്റ് കാണിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവിധ എക്സാമുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് തുടക്കത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് കളക്ട് ചെയ്ത് അതിൻ്റെ ആൻസർ കീ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ആ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഏതൊരു എക്സാമിന് നമ്മൾ പോകുന്നതിന് മുൻപും എങ്ങനെയാണ് അതിൻ്റെ എക്സാം സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാൻ, അത് വെച്ച് നമുക്ക് സിലബസും വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായുള്ള ബുക്കുകളൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബുക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റാണ്, ജസ്റ്റ് നോക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഈ അഡ്മിറ്റ് കാർഡ് റിസൾട്ടും നമ്മൾ സെപ്പറേറ്റ് ഇനി വീഡിയോസും ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നമ്മൾ അറിയിക്കും. ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്, അഗ്നിവീറിൻ്റെ, അപ്പോൾ അങ്ങനെയുള്ള. പിന്നെ അഡ്മിറ്റ് കാർഡ് ഈ പറയുന്ന ICGൻ്റെ വന്നിട്ടുണ്ട്, നാവിക് JDൻ്റെ. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന്. താങ്ക് യു.